കഴിയെ ഞാൻ കിടന്നു. പിന്നെ എനിക്ക് ആ ബെഡിൽ നിന്ന് അങ്ങോട്ട് എണിക്കാനേ പറ്റുന്നില്ല. വേദന എന്ന് വെച്ചാൽ എങ്ങനെ ആ നമ്മുടെ ഈ കഴുത്തല്ല് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു വളവ് കണ്ടില്ലേ, ഇങ്ങനെ ഇത്രയും പെട്ടെന്ന് തന്നെ കോയമ്പത്തൂർ ഹോസ്പിറ്റലിൽ പോകണം, അഡ്മിറ്റ് ആവണം. അത്ത മരിച്ച സമയത്ത് എനിക്കത് ഭയങ്കര സിവിയറായി, ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിരുന്നു ആ സമയങ്ങളിൽ. നിങ്ങളോട് ഞാൻ പറയാത്ത ഒരുപാട് സംഭവങ്ങൾ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ആരെയാണെങ്കിലും അധ്വാനം തന്നെയാണ്. അത് അതിൻ്റേതായിട്ടുള്ളൊരു വാല്യൂ കൊടുക്കാൻ നമ്മുടെ സമൂഹം എന്ന് പഠിക്കും എന്നുള്ളത് എനിക്കറിയില്ല. ഒരു പെണ്ണിന് ഇതേ ചെയ്യാൻ പാടുള്ളൂ, ഒരാണാണ് അതൊക്കെ നിന്നത്. അപ്പോൾ ഓണാക്കിയ അതാ പോയി. ഇപ്പോൾ ഹായ് ഓൾ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് 2-3 ദിവസമായിട്ട് വീഡിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറേ പേര് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതെന്താ ഇവിടെ തുടയ്ക്കുകയാണ് നീ, മഴയാണ്, നമ്മുടെ റൂം അറിയാലോ, മൊത്തത്തിൽ മഴയായതോടുകൂടെ എല്ലാം അലമ്പായി, സൈഡിൽ കൂടെ വെള്ളം ലീക്കായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ എൻ്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാനും വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ എവിടെ എന്താണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ചെയ്യാത്തത് എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കൂലേ, അതുകൊണ്ട് വന്നതാണ്. ഇപ്പം ഇതൊരു ടാസ്ക്കാണ് കേട്ടോ. എന്താ സംഭവം എന്നുള്ളത് പറയാം. എനിക്കിപ്പോൾ പെയിൻ കില്ലർ ഇല്ലാതെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് ഉള്ളത്. അതന്നെ അപ്പുറത്ത് വെള്ളം നിറഞ്ഞിട്ടുള്ളത് അങ്ങോട്ട് ഇങ്ങനെ കയറിയിരിക്കണം. മഴ ആയതുകൊണ്ട് ഇവിടെ ആകെ മൊത്തത്തിൽ പ്രശ്നമാണ് കേട്ടോ. അപ്പുറത്തെ ഒരു പ്ലോട്ടിൽ ഫുള്ളും ശരിക്കും കുളം നമ്മൾ നോക്കി അങ്ങനെ ഉണ്ട്, അതുപോലെ ആയിട്ടുണ്ട്. അത് മൊത്തം നമ്മുടെ ഇങ്ങോട്ട് ഉറവ വന്നുകൊണ്ടിരിക്കുകയാണ്. മതിൽ ഇനി അടുത്ത് തന്നെ വീഴുന്നാണ് തോന്നുന്നത്. അത് വേറെ, ബാത്റൂമും മൊത്തം ഇപ്പം നിറഞ്ഞു എന്ന്, ആകെ കുടുങ്ങിയ അവസ്ഥ. ഇനിയിപ്പോൾ അതിൻ്റെ ഓണറെ കണ്ടുപിടിച്ച് അത് പറയണം. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഞാൻ കഴുത്ത് അനക്കാതെ വടിയായിട്ട് ഇങ്ങനെ ഭയങ്കര ജാട പിടിച്ച് നടക്കണ പോലെ തോന്നും. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ 2-3 ദിവസമായിട്ട് നമ്മൾ വീഡിയോ അപ്ഡേഷൻ കാര്യങ്ങളോ ഒന്നുമില്ല. എനിക്ക് പെട്ടെന്ന് 2 ദിവസം മുമ്പ്, അതായത് ഒരു 3 മാസം, ഐ തിങ്ക് 3 മാസം മുമ്പ് എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കഴുത്ത് അനക്കാൻ പറ്റാതെ ഭയങ്കര കരച്ചിലും പിടിച്ചിലും ഒക്കെ ആയി. പിന്നെ ഇക്ക വന്ന് ക്ലാസ്സിൽ നിന്ന്, അന്ന് എനിക്കൊരു ഷൂട്ടും ഉണ്ടായിരുന്നു ഒറ്റപ്പാലം. അപ്പോൾ ഇക്കാനെ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് അനങ്ങാതെ പിന്നെ എങ്ങനെയൊക്കെയോ ഭയങ്കര പെയിൻ ആയിരുന്നു കേട്ടോ, സഹിക്കാൻ പറ്റാത്തത്. അപ്പോൾ ഇതിലൂടെ എനിക്ക് കുറേ കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. അപ്പം അങ്ങനെ അന്ന് ഷൂട്ട് കഴിഞ്ഞ് വേഗം ഹോസ്പിറ്റലിലേക്കൊക്കെ പോയി റെസ്റ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് തന്നെ ഡോക്ടർ പറഞ്ഞു ഇതെന്തോ ഒരു പ്രശ്നമുണ്ട്, തൽക്കാലം ഇപ്പോൾ ഒന്ന് ഇവിടുത്തെ മസിലൊക്കെ സ്റ്റിഫായിരിക്കുകയാണെന്നാണ് അന്ന് ഡോക്ടർ പറഞ്ഞത്. തൽക്കാലം ഒന്ന് റെഡി ആവാൻ വേണ്ടിയിട്ടുള്ള മരുന്നേരം, ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ എല്ല് ഡോക്ടർ, ഓർത്തോ ഡോക്ടറിനെ കാണണം എന്ന് പറഞ്ഞാണ്. പക്ഷെ നമ്മൾ നമ്മുടെ ജീവിത സാഹചര്യം കാര്യങ്ങളൊക്കെ കൊണ്ട് എന്ത് ചെയ്യും, ഒരു 90% നമുക്ക് എണീറ്റ് നടക്കാൻ പറ്റും, ഓക്കെ കുഴപ്പമില്ല എന്നുള്ള ആവുമ്പോൾ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കൂല. പൊതുവെ സ്ത്രീകൾ ചെയ്യുന്നൊരു മണ്ടത്തരാണല്ലോ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, മൈക്ക് വർക്കിംഗ് ആണല്ലോ അല്ലേ, ഇവിടെ മഴ ആയതുകൊണ്ട് പുറത്തത്തെ സൗണ്ടും ഒക്കെ നോക്കാൻ പറ്റില്ല, അതാ. അപ്പോൾ അതുകൊണ്ട് മൈക്ക് വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു 90% എനിക്ക് നടക്കാൻ പറ്റും എന്നുള്ളതായപ്പോൾ പിന്നെ ഞാൻ വേറെ ഡോക്ടറെ കാര്യങ്ങളൊന്നും കണ്ടില്ല. എനിക്ക് ഫുള്ളായിട്ട് അപ്പോഴും കഴുത്ത് ടേൺ ചെയ്യാനോ ഒരുപാട് മേലേക്ക് നോക്കാനോ താഴേക്ക് നോക്കാനോ ഒന്നും പറ്റില്ലായിരുന്നു. പക്ഷെ അത്യാവശ്യം എൻ്റെ ആവശ്യങ്ങൾ നടന്നു പോകുന്നുള്ളത് കൊണ്ട് ഞാൻ പിന്നെ അത് മൈൻഡ് ആക്കാതിരുന്നാണ്. എപ്പോഴും ഒരു പെയിൻ ഈ ഭാഗത്ത് ഉണ്ട്. 1 വർഷം മുമ്പ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് എപ്പോഴും ഈ ടെൻഷൻ ആവുന്ന സമയത്ത് കഴുത്തോടുകൂടെ ഒരു വേദന വന്ന് കയ്യിലേക്ക് ഇങ്ങനെ ഇറങ്ങും. അത്ത മരിച്ച സമയത്ത് എനിക്കത് ഭയങ്കര സിവിയറായി, ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിരുന്നു ആ സമയങ്ങളിൽ. നിങ്ങളോട് ഞാൻ പറയാത്ത ഒരുപാട് സംഭവങ്ങൾ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തുള്ള ടെൻഷനും ഒറ്റപ്പെടലും എല്ലാം കൊണ്ട് എനിക്ക് ഭയങ്കര പെയിനൊക്കെ കൂടി കോയമ്പത്തൂർ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു MRI എടുക്കണം, ഞരമ്പിൻ്റെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവും അതാണെന്ന് പറഞ്ഞു. പക്ഷെ MRI എടുത്തില്ല ആ ഒരു സമയത്ത്, ഓരോരോ കാര്യങ്ങൾ അങ്ങനെ ആയിട്ട് അതങ്ങനെ വിട്ടു. അപ്പോൾ ഇപ്പോൾ ഒരു 4-5 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ വേദന ചെറുതായിട്ട് ഇങ്ങനെ ട്രിഗർ ചെയ്ത് വരണോ വേണ്ടേ എന്നുള്ള പോലെ നിൽക്കില്ല, അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു.
അങ്ങനെ ഞാൻ അങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് മറ്റേ പെയിന് വീണ്ടും വരുന്ന ആ ഒരു അവസ്ഥ ഉണ്ട് എനിക്ക് ഓൾവേസ് ഈ കുറേ ദിവസമായിട്ട് ഉണ്ട്. പക്ഷെ സിവിയർ അല്ല, അത് നല്ലോണം കഴുത്ത് തിരിച്ചാൽ വേദനിക്കും എന്നുള്ളൊരവസ്ഥ. പക്ഷെ അതങ്ങനെ നല്ലോണം തിരിക്കൽ പോയിട്ട് അത്യാവശ്യം ഒന്ന് തിരിക്കുമ്പോഴേക്കും വേദനിക്കുള്ള ഒരു അവസ്ഥയിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അതൊന്നും മൈൻഡ് ചെയ്തില്ല, ശ്രദ്ധിച്ചില്ല. പിന്നെ ഈ ഓട്ടവും തിരക്കും കാര്യങ്ങളും ഓരോന്നായിട്ട് പോകുമ്പോൾ ഈ വീഡിയോ പറ്റുന്നവരൊന്നും ഷെയർ ചെയ്യണം. കാരണം ഞാൻ ഏറ്റെടുത്ത കുറേ കാര്യങ്ങളുണ്ട്. എന്നെ ആശ്രയിച്ച് അല്ലെങ്കിൽ എന്നെ പ്രതീക്ഷിച്ച് സ്കൂൾ തുറക്കുന്ന സമയത്ത് സിലുവിൻ്റെ ബുക്ക് കിട്ടും, മക്കൾക്ക് കൊടുക്കാനൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഡിലേ വരുന്നത്, ഇനി ഞാൻ ഇപ്രാവശ്യം കൊടുക്കുന്നുണ്ടോ ഇല്ലേ, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ അറിയാതെ ബുദ്ധിമുട്ടി വെയിറ്റ് ചെയ്തിരിക്കണ്ടെന്ന് പറഞ്ഞിട്ട് പറയുന്നത്. എനിക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണ് അതൊക്കെ എല്ലാറ്റിലും ഇങ്ങനെ ഒരു ഡിലേ വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആയിട്ടും ഭയങ്കരമായിട്ട് വേദന അങ്ങനെ വരാൻ തുടങ്ങി. പെട്ടെന്ന് 3-4 ദിവസങ്ങൾക്ക് മുമ്പ് രാവിലെ നല്ല വേദന ഉണ്ടായിരുന്നു. ഇവിടെ മസിൽ കാര്യങ്ങളൊക്കെ ഭയങ്കര പെയിനായിരുന്നു. അപ്പോൾ ഞാൻ ചിലപ്പോൾ റെഡി ആവുമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് മനഃപൂർവ്വം കഴുത്ത് നല്ലോണം ഇളക്കി. കാരണം എന്തെങ്കിലും ഒരു സ്റ്റക്ക് ഉണ്ടെങ്കിൽ പോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരം കഴിയെ ഞാൻ കിടന്നു. പിന്നെ എനിക്ക് ആ ബെഡിൽ നിന്ന് അങ്ങോട്ട് എണിക്കാനേ പറ്റുന്നില്ല. വേദന എന്ന് വെച്ചാൽ എങ്ങനെ ആ വേദന എക്സ്പ്ലെയിൻ ചെയ്ത് തരണം എന്ന് എനിക്കറിയില്ല. ചിലർ വിചാരിക്കും കഴുത്ത് ഉളിക്കതാണോ സിലു എന്നുള്ളത്. ഉളുക്കൊന്നും അല്ല കേട്ടോ, നീരിറങ്ങിയതാണോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അതൊന്നും അല്ല, ഇത് വേറെ എന്തോ എന്താ പറയുക, എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റാത്ത വല്ലാത്തൊരു വേദന. ബെഡിൽ നിന്ന് പിന്നെ എനിക്ക് അങ്ങോട്ട് എണിക്കാൻ പറ്റുന്നില്ല. നമുക്ക് വല്ല കൈയൊടിയോ അല്ലെങ്കിൽ കാലൊടിയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ആരെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ എടുത്തിട്ടോ കൊണ്ടുപോകാനായിട്ട് പറ്റും. പക്ഷെ ഇതെൻ്റെ തല അനങ്ങാണെന്ന് തോന്നുമ്പോഴേക്കും ഒരു ഷോക്ക് അടിക്കുന്ന പോലെയെന്നോ എങ്ങനെ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അമ്മാതിരി ഒരു വേദന വരും. അത് വന്നു കഴിഞ്ഞാൽ അങ്ങനെ കണ്ണിൽ നിന്നൊക്കെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ വന്നിട്ട് ചെറിയ കുട്ടികൾ കരയുന്ന അവസ്ഥക്ക് കരയുക, അനങ്ങാൻ പറ്റൂല. കഴുത്ത് ഈ ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ ഒരു സൈഡിലേക്ക് ഇങ്ങനെ നിൽക്കുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്കോ ആയ പ്രശ്നമാണ്. ഇപ്പം ഞാൻ നിന്ന് പോകുന്നത് പെയിൻ കില്ലർ, നല്ല ഡോസുള്ള പെയിൻ കില്ലർ കഴിച്ചുകൊണ്ടാണ് പോകുന്നത്. കാരണം അല്ലാന്നുണ്ടെങ്കിൽ ഈ സംസാരിക്കുമ്പോൾ പോലും എൻ്റെ ബ്രീത്തിങ് ചെറുതായിട്ടൊരു മാറ്റം വന്നാൽ പോലും എനിക്ക് വേദനിക്കും. കാറിലിരുന്ന് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോഴൊക്കെ ഭയങ്കര പെയിനായിരുന്നു. അങ്ങനെ വേദന സഹിക്കാൻ പറ്റാതെ ഞാൻ വേഗം ഇക്കാനെ എങ്ങനെയോ, ഫോണൊന്നും എടുക്കാൻ പറ്റുന്നില്ല, ഫോണെടുത്ത് ഇക്കാനെ വിളിച്ചു. എനിക്ക് തീരെ സഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോകണമെന്ന് പറഞ്ഞ് അങ്ങനെ എല്ല് ഡോക്ടർക്ക് അപ്പോഴേക്കും അമ്മ വിളിച്ചു, പിന്നെ എൻ്റെ കസിൻ വിളിച്ചു. ഒരു എല്ല് ഡോക്ടർ, നല്ലൊരു ഡോക്ടറുണ്ട്, അങ്ങോട്ട് പോയാൽ മതി എന്ന്. പക്ഷെ ഉച്ചയാണ് സമയം. ഡോക്ടർ ഇല്ലാതെ വെറുതെ പോയിട്ട് എന്തെങ്കിലും ഒരു ഇഞ്ചക്ഷൻ ഇട്ട്, ഞാനാണെങ്കിൽ വേഗം പെയിൻ കില്ലറൊന്നും കഴിക്കാത്ത ആളാണ്. ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക 5 പ്രസവിച്ചവർക്ക് ഇഞ്ചക്ഷൻ വഴിയാണ്, നല്ല പേടിയാണ്, എന്താണെന്നൊന്നും അറിയില്ല. അങ്ങനെ 5:30 ഡോക്ടർ വരുമെന്ന് പറഞ്ഞ് 5:30 അങ്ങനെ പോയി ബുക്ക് ചെയ്ത് വെച്ചിട്ട് വന്നു. പിന്നെ ഇക്ക വന്നിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് എണിക്കാൻ പറ്റുന്നില്ല. എന്നെ പൊക്കാൻ ഒരാളെ കൊണ്ട് പറ്റൂല. കാരണം എനിക്ക് കഴുത്ത് ഇളകി കഴിഞ്ഞാൽ നല്ല 8ൻ്റെ പണിയാണ് കിട്ടുക. എനിക്ക് ഒറ്റയ്ക്ക് പോലും എണിക്കാൻ പറ്റാതെ ഞാൻ എങ്ങനെയൊക്കെയോ കടിച്ച് പിടിച്ച് എണീറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എത്രയും പെട്ടെന്ന് ഒരു എന്തെങ്കിലും ഒരു പെയിൻ കില്ലർ എനിക്ക് വേണമെന്ന് പറഞ്ഞു വേഗം കഴിച്ചു. പെയിൻ കില്ലർ കഴിച്ചിട്ടൊന്നും ശരിക്കും പെട്ടെന്ന് ആ ഒരു ഇത് വരുന്ന പോലെയൊന്നും എനിക്ക് തോന്നുന്നില്ല. അത് മരുന്ന് കഴിക്കണമെങ്കിൽ നമ്മൾ തല പൊക്കി വെള്ളം ഒഴിച്ച് ഗുളിക ഇടണ്ടേ, അതിന് പറ്റണ്ടേ, അല്ലാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ഗ്യാപ്പിലൊക്കെ നമ്മൾ അച്ചിയമ്മൻ്റെ വീടിൻ്റെ പണി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവിടെ പോകണം, വീഡിയോ എടുക്കണം, ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ നിങ്ങളെ അറിയിക്കണം. ഒരുപാട് പേര് ചോദിച്ചു അച്ഛമ്മനെ കണ്ടിട്ട് 2-3 ദിവസമായി, എന്താ സിലു കാണിക്കാത്തതെന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് പോകാൻ പറ്റിയാലല്ലേ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഒന്നാമത്തത് എഡിറ്റ് ചെയ്യണ്ടേ ഈ വീഡിയോ ഇരുന്നിട്ട്, ഇതൊന്നും പറ്റാതെ അതിൻ്റെ ആ ഒരു ടെൻഷനും. പിന്നെ ബുക്സ് നമ്മൾ എല്ലാ വർഷവും എൻ്റെ മക്കൾക്ക് ഞാൻ ബുക്ക് വാങ്ങുന്നതിന് മുമ്പ് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ കുറച്ച് കുട്ടികൾക്കെങ്കിലും നമ്മൾ ബുക്സ്, അവർക്ക് വേണ്ട ബ്രൗൺ ഷീറ്റ്, പെന്ന്, പെൻസിൽ, പൗച്ച്, ഇതുപോലെയുള്ള സംഭവങ്ങൾ നമ്മൾ കൊടുക്കുമായിരുന്നു. അപ്പോൾ അത് കൊടുക്കുന്ന ഒരു സമയം ഇനി ഒരാഴ്ചയും കൂടെ ഉള്ളൂ സ്കൂൾ തുറക്കാൻ. അപ്പോൾ അതിൻ്റെ ബേജാറും നല്ലോണം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്തിട്ടില്ല. പിന്നെ കിറ്റിൻ്റെ പണികളുണ്ട്. ഇങ്ങനെ മൊത്തത്തിലെല്ലാം കൂടെ ടെൻഷനായി ബേജാറടിച്ച് ഇതിൻ്റെ ഇടയിൽ കൂടെ ട്രസ്റ്റിൻ്റെ വേറെ കുറേ വർക്കുകൾ നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്. ആ ഒരു സംഭവങ്ങളും ചെയ്യാൻ പറ്റുന്നില്ല. ഒരു രജിസ്ട്രേഷൻ ഉണ്ട്, എല്ലാം മൊത്തം സ്ട്രെസ്സും ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടെ ശാരീരികപരമായിട്ട് നമ്മൾ തളരുമ്പോൾ ഉള്ള ഒരു പ്രയാസം ഉണ്ടല്ലോ. അങ്ങനെ ഡോക്ടറെ അടുത്ത് പോയി കാര്യം പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് സംഭവം എന്താണ് എന്നുള്ളത് മനസ്സിലാവുന്നത്.
ഉപദേശിക്കാൻ എളുപ്പമാണ്. ഞാനൊക്കെ നന്നായിട്ട് ഉപദേശിക്കും ഓരോ വീഡിയോയിലും മോട്ടിവേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. എൻ്റെ ലൈഫിൽ ഞാനത് പാലിക്കുന്ന ഒരാളാണോ എന്ന് ചോദിച്ചാൽ കംപ്ലീറ്റ് ആയിട്ട് എന്നെക്കൊണ്ട് പാലിക്കാനായിട്ട് പറ്റൂല. എൻ്റെ ജീവിത സാഹചര്യം പറഞ്ഞത് അങ്ങനെ ഒരു സംഭവമാണ്. അപ്പോൾ ഈ ഒരു സംഭവം ഡോക്ടർ കേട്ടപ്പോൾ പറഞ്ഞു ഇഞ്ചക്ഷൻ ഇടണം, ഇഞ്ചക്ഷൻ ഇടാതെ പറ്റൂല, കാരണം ഇവിടെ മൊത്തത്തിൽ നന്നായിട്ട് സ്റ്റിഫായിട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ അനക്കാൻ പറ്റാത്തതും അനക്കുന്ന സമയത്ത് ഇത്രയും വലിയ പെയിന് വരുന്നത്. അപ്പോൾ ഇഞ്ചക്ഷൻ വേണമെന്ന് ചോദിച്ചപ്പോൾ എന്തായാലും വേണം, ഇല്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് വേഗം എക്സ്റേ എടുക്കാൻ കഴുത്ത് അനക്കാൻ പറ്റുമോ എന്നൊന്ന് നോക്കുമോ, ഒന്ന് വളച്ചും ചെരിച്ചൊക്കെ വെക്കേണ്ടി വരും, അല്ലാന്നുണ്ടെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് പെയിൻ ഒന്ന് കുറവായിട്ട് എക്സ്റേ എടുക്കാൻ വരും എന്ന് പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞ് എക്സ്റേ എടുക്കാൻ പോണ ആൾ ഞാനാണല്ലോ, ഞാൻ പോവില്ല എന്നുള്ളത് എനിക്ക് 100% എനിക്ക് ഉറപ്പാണ്. കാരണം അപ്പോഴേക്കും നമ്മൾ നമ്മുടെ വേറെ കുറേ തിരക്കുകളിലൊക്കെ പെടും. പക്ഷേ എന്തെന്നെ ചെയ്തിട്ടും എന്തെന്നെ ചെയ്യാനാണെങ്കിലും ഞാനെന്നൊരാൾ ഇവിടെ വേണം. എനിക്ക് സുഖമില്ലാതാവുന്ന സമയത്താണ് ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർമ്മിക്കുന്നത്. ആദ്യം എൻ്റെ ആരോഗ്യം വേണമെങ്കിലേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത്. അങ്ങനെ അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് എക്സ്റേ എടുക്കാൻ നിൽക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ എക്സ്റേ എടുക്കാൻ പോയി. എക്സ്റേ എടുക്കുമ്പോൾ ഭയങ്കര പെയിനായിരുന്നു കേട്ടോ. കണ്ണിൽ നിന്ന് ചോര വരിക എന്നൊക്കെ പറയില്ല, ആ ഒരു അവസ്ഥയായിരുന്നു. ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എക്സ്റേ എടുത്ത് വന്നു. അപ്പോൾ ഡോക്ടർ നോക്കിയപ്പോൾ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ഈ ഇതാണ് കേട്ടോ എക്സ്റേ. ഞാൻ കാണിച്ചു തരാം. ഞാൻ വളച്ച് പിടിച്ചിട്ടാണ് എങ്ങനെയോ നിന്നത്. ഇതെന്തിനാ കാണിക്കണമെന്ന് വെച്ചാൽ ഇതുപോലെ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് ഇന്നലെ സ്റ്റോറി ഇട്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ നിങ്ങളെ ഒന്ന് അറിയിക്കണം എന്ന് എനിക്ക് തോന്നി. നമ്മുടെ ഇത് കണ്ടോ, ഈ ഇതിൽ എൻ്റെ തല ഇങ്ങനെ ഒരു സൈഡ് ചെരിഞ്ഞിട്ടാണ്. ഈ ഒരു എനിക്ക് നേരിട്ട് കാണുമ്പോൾ അറിയുന്നുണ്ട്, നിങ്ങൾക്ക് ഇങ്ങനെ അറിയുന്നുണ്ടോ എന്ന് അറിയില്ല. ഇതിൽ വന്നിട്ട് നമ്മുടെ ഈ കഴുത്തെല്ല് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു വളവ് കണ്ടില്ലേ, ഇങ്ങനെ വളഞ്ഞിട്ടാണ് ഉണ്ടാവുക. പക്ഷെ ഇത് ഞാൻ കഷ്ടപ്പെട്ട് വളച്ച് നിർത്തിയത്. ഇങ്ങനെയല്ല, ഒരു കേവ് ഉണ്ടാവും, പക്ഷേ അത് വന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു വളവോടുകൂടെ ഉണ്ടാവേണ്ട സംഭവം എൻ്റെ എല്ല് എന്ന് പറയുന്നത് ഇങ്ങനെ ആയിപ്പോയി, സ്റ്റിഫായിപ്പോയി. അതുകൊണ്ടാണ് ഈ ഒരു പെയിന് വരുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞ സമയത്താണ് നമുക്ക് മനസ്സിലാവുന്നത് ഞാൻ എന്ത് മിസ്റ്റേക്ക് ചെയ്തത് കൊണ്ടാണ് എനിക്കിത് സംഭവിച്ചു എന്നുള്ളത്. നിങ്ങൾ പഠിക്കുകയാണെങ്കിലും വേറെ എന്ത് വർക്ക് ചെയ്യുകയാണെങ്കിലും നിങ്ങളുടെ സ്ട്രെയിറ്റ് ഈ സംഭവം വരുന്ന പോലെ തന്നെ ഒരാഴ്ച കംപ്ലീറ്റ് ആയിട്ട് റെസ്റ്റ് എടുക്കുക. വേറെ ഒരു ജോലിയിലേക്കും ചെയ്യരുത്. ഒരാഴ്ച കഴിഞ്ഞ് ഇത്തിരി പെയിൻ കുറവായി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ നോർമൽ ലൈഫിലേക്ക് പോവുകയും ചെയ്യരുത് എന്ന് പറയും. അതായത് ഒരാഴ്ച റെസ്റ്റ് എടുത്തതിന് ശേഷം ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്ത് മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ് കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാലേ ഇനി നോർമൽ സ്റ്റേജിലേക്ക് വരാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ എന്തും ഇനി മൊബൈൽ നോക്കുകയാണെങ്കിലും ഈ ഒരു ലെവലിൽ തന്നെ വെക്കുക, പഠിക്കുകയാണെങ്കിലും ഈ ഒരു ലെവലിൽ തന്നെ വെക്കുക. കുനിയാൻ പാടില്ല, മേലേക്ക് നോക്കൽ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. വെയിറ്റ് എടുക്കാൻ പറ്റില്ല, കൈ കൊണ്ടുള്ള ഒരു വെയിറ്റ് കാര്യങ്ങൾ എടുക്കാതിരിക്കുക, ഇവിടേക്ക് സ്ട്രെസ് വരുന്ന പോലെ ഒന്നും ചെയ്യാതിരിക്കുക, കുനിയരുത്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് പറഞ്ഞത്. നമ്മൾ ഈ കുട്ടിയും മക്കളും ബാക്കിയുള്ള വർക്കും ഒക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് കുനിയാൻ പാടില്ല. നമ്മുടെ നോർമൽ ലൈഫിൽ ചെയ്യുന്ന സംഭവങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ എത്രത്തോളം ബുദ്ധിമുട്ടാണെന്ന് അറിയാം. പൊതുവെ എനിക്ക് കുറേ കാലമായിട്ട് എനിക്ക് കുനിഞ്ഞ് ശരിക്കും ഒന്നും ചെയ്യാൻ പറ്റലില്ല. അതെന്താണെന്നുള്ളത് എനിക്ക് അറിയുന്നില്ല. എനിക്ക് ഇങ്ങനത്തെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് നമ്മുടെ ബോഡി തൽക്കാലം നമ്മൾ രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മൾ അറിയാതെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന കുറേ കാര്യങ്ങൾ. എന്ന പോലെ ഞാൻ അധികം കുഞ്ഞിട്ടൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഭയങ്കര പെയിനായിരിക്കും. അപ്പോൾ ഇവിടുത്തെ എല്ല് മൊത്തത്തിൽ സ്റ്റിഫായി പോയി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ മിനിമം ഒരു 6 കൊല്ലമായിട്ട് കണ്ടിന്യൂസ്ലി വീഡിയോ ഷൂട്ട് ചെയ്യലും പിന്നെ അത് ഇരുന്ന് എഡിറ്റ് ചെയ്യലും ഒരു 2-3 മണിക്കൂർ മിനിമം വേണം. ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ എടുത്ത് 150, 190 ചിലപ്പോൾ 200, 300, 400 ക്ലിപ്പൊക്കെ ഉണ്ടാവുന്ന വീഡിയോ ഉണ്ട്. ഇതെല്ലാം തന്നെ സോർട്ട് ഔട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഒരു 3-4 പ്രാവശ്യം നമ്മൾ നോക്കേണ്ടി വരും. ചിലപ്പോൾ 45 മിനിറ്റ് 1 മണിക്കൂറൊക്കെ ഉണ്ടാവും. ഇതെല്ലാം കൂടെ ചെറുതാക്കി ഒരു 20 മിനിറ്റിലേക്ക് ആക്കുമ്പോഴേക്കും ഇതൊരു 4-5 പ്രാവശ്യം നോക്കി ആക്കുമ്പോഴേക്കും രാത്രി ഉറക്കമൊന്നും ഇല്ലാതെ നമ്മൾ പകലാണ് ഈ പണികളൊക്കെ ചെയ്ത്. എൻ്റെ ലൈഫ് സ്റ്റൈൽ, അതായത് ഞാൻ വീട്ടിൽ എന്താണോ ഉണ്ടാക്കുന്നത്, കുട്ടികളുടെ കാര്യങ്ങൾ, അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് വരുന്നത്. അപ്പോൾ അന്നത്തെ ഒരു ദിവസം ഫുള്ളായിട്ട് നമുക്ക് അതിന് വേണം, പിന്നെ രാത്രി ഇരുന്ന് നമ്മൾ എഡിറ്റ് ചെയ്യണം. അപ്പോൾ ഒരു 3-4 മണിക്കൂർ ഇതിനു വേണ്ടി മാത്രം ഈ ഇരുത്തം ഇങ്ങനെ ഇരുന്ന് ഈ തലയും കുഞ്ഞിട്ട് ഇരുന്നിട്ട് നമ്മൾ ഈ ചെയ്യുന്നതല്ലേ. അപ്പോൾ ഈ കണ്ടിന്യൂസ്ലി ഞാൻ ബോഡിക്ക് ഹെവി വർക്ക് കൊടുത്തുകൊണ്ടിരുന്നത് കൊണ്ട് വന്നൊരു സംഭവമാണ്. ആ സമയങ്ങളിൽ എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രയാസങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ
എങ്ങനെയെങ്കിലും ഒന്ന് പെട്ടെന്നെല്ലാം ഒന്ന് റെഡിയാക്കി ഫാമിലി നല്ല രീതിക്ക് കൊണ്ടുപോകും, ആരെയും പ്രയാസപ്പെടുത്താതെ അല്ലെങ്കിൽ ബുദ്ധിമുട്ടാതെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്തൊരു സമയം. ആ സമയത്തൊന്നും ആരും വന്നിട്ട് ദാരിദ്ര്യം പറഞ്ഞു എന്ന് പറയരുത്. ഞാൻ ദാരിദ്ര്യം പറഞ്ഞിട്ടേ ഇല്ല. അത്യാവശ്യം നല്ല രീതിക്കുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പൈസ ഇറക്കി വീഡിയോസ് ചെയ്ത് അങ്ങനെയാണ് നമ്മളിതിൽ എന്തെങ്കിലും അധ്വാനിച്ച് പൈസ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ മറ്റുള്ള ഒരാളുടെ അവസ്ഥ മനസ്സിലാക്കാതെ കുറ്റം പറയണവർക്ക് കുറ്റം പറയാൻ ഭയങ്കര ഈസിയാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ ശരീരത്തെ അത്രത്തോളം ഹേർട്ട് ചെയ്തിട്ടാണ് ഓരോ ദിവസവും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതിൻ്റെ എല്ലാ ആഫ്റ്റർ എഫക്റ്റും സൈഡ് എഫക്ട്സും ഇന്ന് ഞാൻ ഓരോ ദിവസവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, മെൻ്റലി ശരി, ശാരീരികപരമായിട്ടും ഒക്കെ. അപ്പോൾ ചിലർ ചോദിക്കുന്നത് എന്തിനാ അപ്പം ഇങ്ങനെ പൈസ 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 എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പുറകെ പോണത്. പൈസ ഉണ്ടാക്കൽ എന്ന് പറഞ്ഞത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമോ അത്ര മോശമായിട്ടുള്ള കാര്യമോ, അതൊരു പ്രത്യേകിച്ച് ഒരു പെണ്ണ് പൈസ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അത്ര മോശമായിട്ടുള്ള കാര്യമായിട്ട് ചിന്തിക്കുന്ന കരുതുന്ന കുറച്ച് ആൾക്കാരുണ്ട്. പക്ഷെ അത് മോശമായിട്ടുള്ളൊരു കാര്യമല്ല. ഈ പൈസ ഉണ്ടെങ്കിൽ ഈ ഭൂമിയിൽ ഒരുപാട് പേരുടെ മുഖത്ത് ചിരി ഉണ്ടാക്കാനും അവരുടെ ബേസിക് നീഡ്സ് നമുക്ക് നിറവേറ്റി കൊടുക്കാനും പറ്റുള്ളൂ. അപ്പം എൻ്റെ ഫാമിലീൻ്റെ കാര്യങ്ങൾ ചെയ്യാന്നുള്ളത് ചില പുറത്ത് പറയാൻ പറ്റാത്ത വേറെ എന്തെങ്കിലും സിറ്റുവേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഞാൻ ചെയ്തേ മതിയുള്ളൂ. അപ്പം അതൊരു മോശമായിട്ടുള്ളൊരു കാര്യമായിട്ട് ആരും കരുതണ്ട. ആ സമയത്തുള്ള എൻ്റെ ബേസിക് നീഡ്സ് എനിക്ക് ഫുൾഫിൽ ചെയ്യുക എന്നുള്ളത് എൻ്റെ അത്യാവശ്യ കാര്യമായതുകൊണ്ട് ഞാൻ അങ്ങനെ ഇറങ്ങി. ഇന്ന് അൽഹംദുലില്ലാ നമ്മളെ കൊണ്ട് ഒരു 4 പേരെങ്കിലും സന്തോഷത്തോടെ ചിരിക്കാനോ നല്ലത് പറയാനോ എനിക്ക് വേണ്ടി ദുആ ചെയ്യാനോ ആളുണ്ടായത് ഞാൻ അത്രയും ബുദ്ധിമുട്ടിയത് കൊണ്ട് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതേസമയം ഞാൻ എൻ്റെ ഫാമിലി, എൻ്റെ കാര്യം മാത്രം, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടെ, ഞാൻ എൻ്റെ കാര്യം നോക്കിയിട്ട് വെച്ചുണ്ടാക്കി വെറുതെ കഴിച്ച് എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ലായിരുന്നു. പക്ഷെ ഇന്ന് എനിക്ക് ഒരു സൈഡ് ഒരു വിഷമം, ശാരീരികപരമായിട്ട് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള ഒരു വിഷമം ഉണ്ടെങ്കിലും, പക്ഷെ നമുക്ക് ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും നേടി എല്ലാവരെയും പോലെ അല്ലാതെ എന്ന് ചിന്തിക്കുന്ന സമയത്ത് ഭയങ്കര സന്തോഷമൊക്കെ ഉണ്ട്. അപ്പം എനിക്കിപ്പോൾ പറയാൻ വന്നത് ഈ പറഞ്ഞ പോലെയുള്ള ഉപദേശം തന്നെയാണ്. ഞാൻ എൻ്റെ ലൈഫിൽ പാലിക്കാത്ത അതുകൊണ്ട് എനിക്ക് വന്നിട്ടുള്ള ഇതുപോലെയുള്ള പ്രയാസങ്ങൾ നിങ്ങൾക്ക് ആർക്കും വരാതിരിക്കട്ടെ. നമ്മുടെ ശരീരവും കൂടെ നോക്കിയിട്ട് ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാതുള്ളത് പറയാനും വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറഞ്ഞത്. അപ്പോൾ എനിക്ക് ഇനിയിപ്പോൾ ഞാൻ ഏറ്റെടുത്ത ഈ കുറച്ച് വർക്ക്സ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് തന്നെ കോയമ്പത്തൂർ ഹോസ്പിറ്റലിൽ പോകണം, അഡ്മിറ്റ് ആവണം, MRI കാര്യങ്ങളൊക്കെ എടുത്ത് അതിൻ്റെ ഫർദർ കാര്യങ്ങളൊക്കെ നോക്കണം. ഇനി അങ്ങോട്ട് എനിക്ക് കൂടുതൽ വെയിറ്റ് എടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് പറ്റൂല. പക്ഷേ നമ്മളെപ്പോഴും നമ്മളൊരു രോഗിയാണെന്ന് വിചാരിക്കുന്ന സമയത്ത് നമ്മുടെ മൈൻഡും നമ്മുടെ ശരീരവും അതേപോലെ തന്നെയായിരിക്കും നമുക്ക് റിയാക്ഷൻ ചെയ്യുന്നത്. അതല്ലാതെ വേറെ കുറച്ച് പ്രോബ്ലംസ്, ബാക്ക് പെയിന്, വീണതിൻ്റെ അങ്ങനെ കുറേയൊക്കെ ഉണ്ട്. അതൊക്കെ ചിലർ തീരെ കുനിയാതെയും ഒരു പണിയും ചെയ്യാതിരിക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെ കുറേ പ്രോബ്ലംസ് ഉണ്ടായിട്ടും ഞാനിതൊന്നും വകവെക്കാതെ അതായത് എനിക്കൊരു ഭാഗത്ത് ഇരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് നോർമലായിട്ട് എണീക്കാൻ പറ്റാത്ത ഒരാളായിരുന്നു. ഈ വയസ്സായവർ പിടിച്ചിങ്ങനെ എണീക്കണ പോലെയൊക്കെ ഇപ്പോൾ 10 കൊല്ലം മുമ്പ് തന്നെ ഭയങ്കര പ്രയാസമുള്ള ഒരാളായിരുന്നു. എനിക്കൊരു സ്പെഷ്യൽ സീറ്റൊക്കെ ഉണ്ട്, അതിലാണ് ഞാൻ ഇരിക്കുക. എനിക്ക് ഒരു ഹാർഡ് സർഫേസിലൊന്നും എനിക്ക് ഇരിക്കാൻ പറ്റില്ല. ബൈക്കിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ കാലുപൊക്കി ഇറങ്ങുമ്പോഴൊക്കെ ഭയങ്കര പെയിൻ, ഇങ്ങനെ കുറേ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്ന ആളാണ്. അൽഹംദുലില്ലാ എനിക്കിപ്പോൾ അതൊന്നുമില്ല. ഇപ്പോൾ പുതിയതായിട്ട് വേറെയൊക്കെ വരുന്നുണ്ട്. ഈ സംഭവങ്ങൾ വന്നു കഴിഞ്ഞാൽ പോവാത്തൊരു സംഭവമാണ് കേട്ടോ ഈ പറഞ്ഞ പോലെ ഇരിക്കുന്ന പ്രോബ്ലം അതൊക്കെ. പക്ഷെ നമ്മൾ നമ്മുടെ മൈൻഡിനെ എത്രത്തോളം സ്ട്രോങ് ആക്കി വെക്കുന്നോ അത്രത്തോളം നമുക്ക് നല്ലൊരു സംഭവം അതേപോലെ പോസിറ്റീവായിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും തോന്നുന്നു. അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു പ്രശ്നം എനിക്ക് ഓവർകം ചെയ്ത് വരാനായിട്ട് പറ്റുമായിരിക്കും. നിങ്ങളുടെ ഒരുപാട് പേര് ദുആ ഉണ്ടാവണം. ഇപ്പോൾ ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും കുറച്ച് ഡിലേ വരുന്നത് ഇതുപോലെയുള്ള മാനസികമല്ല, ഏതൊരു മാനസികമായിട്ട് മെൻ്റലി നല്ലോണം സ്ട്രെസ് ഉണ്ട്. അതുപോലെ തന്നെ ഫിസിക്കലി ഇപ്പോൾ കുറച്ച് വീക്ക് ആയതുകൊണ്ട് ഞാൻ തന്നെ വിചാരിച്ചാലും എനിക്ക് ചെയ്യാൻ പറ്റാതെ തന്നെ കിടപ്പിലാക്കി ഗൈസ്. കുറച്ച് ദിവസം എപ്പോഴും പഠിച്ചവരും എനിക്ക് തരുന്നതാണ് കേട്ടോ. ഒരു 3-4 മാസം കൂടുന്ന സമയത്ത് നിർത്താതെ ഓടുന്ന സമയത്ത് മോളെ ഇനി കുറച്ച് ദിവസം നീ കിടന്നോ എന്ന് പറഞ്ഞിട്ട് കിടത്തുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. എനിക്ക് ഒട്ടും ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലേക്ക് എന്നെ കൊണ്ടുവരും. അപ്പോൾ 1 വീക്ക് ഞാൻ റെസ്റ്റ് എടുക്കും. അതാണ് എനിക്ക് ഒരു 3 മാസം കൂടുമ്പോൾ കിട്ടുന്ന ആ ഒരു റെസ്റ്റ് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു റെസ്റ്റായിട്ട് ഞാൻ കരുതുന്നുണ്ട്. പക്ഷേ ഇതേപ്പോൾ ഇന്ന് 3ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ഷൂട്ടുണ്ട്. ഇന്നലെ ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു ഒരു ഷോപ്പിൻ്റെ, ഇന്നൊരു ഷോപ്പിൻ്റെ ഒരു ഷൂട്ടുണ്ട്. അതിന് പോയി കഴിഞ്ഞു നമ്മൾ അച്ഛമ്മനെ പോയി കാണും. കണ്ട് അവർക്ക് വേണ്ട കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ട് പിന്നെ നമ്മൾ വൈകുന്നേരത്തോടെ വരുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്തു എന്ന് പറയുന്ന സമയത്ത് കുറച്ച് പേരെങ്കിലും ഞാൻ ആരെങ്കിലും തരം താഴ്ത്തുന്നോ അല്ലെങ്കിൽ ഞാൻ ആ ഒരു കുറ്റം ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. എവിടെ ആരെക്കുറിച്ച് ഒന്നും പരാമർശിച്ചില്ലെങ്കിൽ പോലും തരം താഴ്ത്തുന്നു, അങ്ങനെ കുറേ എന്തൊക്കെയോ പറയുന്നത് കേട്ടിട്ട്. സത്യം പറയാലോ, ഞാൻ
ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സന്തോഷത്തോടെ അഭിമാനത്തോടെ ഞാനൊരു സാധനം വാങ്ങി അല്ലെങ്കിൽ ഞാൻ ഇതിങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ എനിക്കൊരു സന്തോഷമാണ്. എല്ലാവരും അങ്ങനെ തന്നെയല്ല. അങ്ങനെ പറയുന്നതിനെ വേറൊരു രീതിയിലേക്ക് എടുക്കരുത്. ഇനി അതിനുള്ള തെളിവായിട്ട് ഞാൻ എന്ത് ചെയ്തു എന്നുള്ള തെളിവായിട്ട് അതിനുള്ള സമ്മാനമാണ് എനിക്കിപ്പോൾ എൻ്റെ ഈ കഴുത്തും എൻ്റെ ശരീരത്തിൽ വരുന്ന ഈ ഒരു അസുഖങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പം അത് അങ്ങനെയൊന്നും കാണാതിരിക്കുക. ഒരു പെണ്ണ് ആരെയാണെങ്കിലും അധ്വാനം തന്നെയാണ്. അത് അതിൻ്റേതായിട്ടുള്ള ഒരു വാല്യൂ കൊടുക്കാൻ നമ്മുടെ സമൂഹം എന്ന് പഠിക്കും എന്നുള്ളത് എനിക്കറിയില്ല. ഒരു പെണ്ണിന് ഇതേ ചെയ്യാൻ പാടുള്ളൂ, ഒരാണാണ് അതൊക്കെ ചെയ്യേണ്ടത്, ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു സംഭവങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഒരാളൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നന്മ കണ്ട് അനുമോദിച്ചില്ലെങ്കിലും വേണ്ടില്ലടോ, കുറ്റപ്പെടുത്തി തളർത്താതിരിക്കുക കേട്ടോ. ഇപ്പോഴും തളർത്തുന്ന രീതിയിൽ ഒരുപാട് പേരെന്തൊക്കെയോ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും നമ്മളെ തളർത്തൂല. എങ്കിൽ പോലും എനിക്കിങ്ങനെ തോന്നിപ്പോ എന്താണ് ഇങ്ങനെ മനുഷ്യന്മാരിങ്ങനെ ചിന്തിക്കുന്നത്, നന്മ കണ്ടൂടെ എന്ന് തോന്നിപ്പോവാണ്. ഏതായാലും എൻ്റെ ഈ ഒരു കാര്യങ്ങൾ പറയാനും വേണ്ടിയിട്ടാണ് വന്നത്. നിങ്ങളുടെ എല്ലാവരും ദുആ ഉണ്ടാവണം ഇൻഷാ അല്ലാ. ബാക്കിയുള്ള അപ്ഡേഷനായിട്ട് ഇതിനു മുമ്പ് എടുത്ത് വെച്ച കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുമ്പോൾ എഡിറ്റ് ചെയ്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ചിലപ്പോൾ നാളെ തന്നെ ചെയ്യും. പിന്നെ ബാക്കിയുള്ള ഇനി വരാൻ പോകുന്ന ഞാൻ ഇങ്ങനെ കാത്തിരിക്കുന്ന പ്രതീക്ഷിക്കുന്ന അച്ഛമ്മൻ്റെ വീടും കാര്യങ്ങളും അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാ വരുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.